ചോദ്യപേപ്പർ ചോർച്ചയിൽ എംഎസ് സൊല്യൂഷൻസ് സിഇഒ മുഹമ്മദ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്തായാലും ഇനി അറസ്റ്റ് നടക്കും, എംഎസ് സൊല്യൂഷൻ സിഇഒയുടെ അറസ്റ്റ് നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. നമുക്കറിയാൻ സാധിച്ചത് പ്രതിഭാഗം ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കും എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ജാമ്യാപേക്ഷ തള്ളിയ നിലയിൽ ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേസുമായി ബന്ധപ്പെട്ട് ഈ ഷുഹൈബിൽ മാത്രം അന്വേഷണം ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിലേക്കൊന്നും തന്നെ അന്വേഷണം എത്താത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയത്താണ് മുൻകൂർ അപേക്ഷയുമായി ഷുഹൈബ് കോടതിയെ സമീപിക്കുന്നത്. പിന്നീട് 4 തവണ ഈ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്ന് മുൻകൂർ ജാമ്യമില്ല എന്നൊരു വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഷുഹൈബിന്റെ അറസ്റ്റ് പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. യെസ്, ചോദ്യപേപ്പർ ചോർച്ചയിൽ എംഎസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.